ത്രിയേക ദൈവത്തിന് സ്തുതി. ഭാഗ്യവചന ധാരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനൊരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സായിപ്പ് എൻ്റെ എതിർ സീറ്റിൽ ആ ട്രെയിനിലുണ്ടായിരുന്നു. മറ്റ് 2 പേർ കൂടി ഞങ്ങളുടെ കൂപ്പയിലുണ്ട്. ഞാൻ ആ സായിപ്പിനെ ഒന്ന് പരിചയപ്പെടാം എന്ന് വെറുതെ ഒരു കൗതുകത്തിന് ആഗ്രഹിച്ചു. പക്ഷേ വേണോ വേണ്ടയോ എന്ന് ആശിച്ചും അറച്ചും ഏതാണ്ട് 3 മണിക്കൂറോളം കടന്നുപോയി. ഒടുവിൽ ഞാൻ അയാളോട് എവിടെ പോകുന്നു എന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു. അയാൾക്ക് ഇംഗ്ലീഷ് നല്ല വശമില്ല, റഷ്യക്കാരനാണ്. പക്ഷേ ചില വാക്കുകളൊക്കെ പറയും, നമ്മൾ പറയുന്നത് കുറച്ചൊക്കെ മനസ്സിലാകുകയും ചെയ്യും. അപ്പോൾ എനിക്കും അല്പം ആശ്വാസമായി, കാരണം എൻ്റെ ഇംഗ്ലീഷിന് പറ്റിയ കക്ഷിയാണല്ലോ എന്നതുകൊണ്ട് തന്നെ. ഞങ്ങൾ 2 പേരും അല്പസമയത്തിനുള്ളിൽ വലിയ സുഹൃത്തുക്കളായി. അങ്ങനെ അന്നത്തെ യാത്ര അവിസ്മരണീയമായ ഒരു വലിയ അനുഭവമായി മാറി. ഹൃദയത്തിന് ഒരു ഭാഷയുണ്ട്. പരസ്പരം അത് മനസ്സിലാക്കിയാൽ ആശയ സംവേദനത്തിനോ ബന്ധങ്ങളുടെ കെട്ടുറപ്പിനോ മറ്റ് ഭാഷകളൊന്നും ആവശ്യമില്ല. ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് ലിപിയോ സ്വരമോ ധ്വനിയോ ഒന്നും ആവശ്യമില്ല എന്ന് അന്ന് എനിക്ക് മനസ്സിലായി. ഇന്ന് പെന്തിക്കോസ്ത് പെരുന്നാൾ ദിവസം ആണല്ലോ. ഇന്നത്തെ ഏറ്റവും വലിയ സന്ദേശം പരിശുദ്ധാത്മാ നിറവിലൂടെ ഭാഷയുടെ സംയോജനവും ഹൃദയഭാഷയും രൂപപ്പെടുന്നു എന്നതും ആ ഹൃദയഭാഷയിലൂടെ ആശയ സംവേദനവും ബന്ധങ്ങളുടെ കെട്ടുറപ്പും ലഭിക്കുന്നു എന്നതും ആണ്. പെന്തിക്കോസ്ത് ദിവസം കൊടിയ കാറ്റടിക്കുന്ന ഗംഭീര ശബ്ദത്തോടും അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകളോടും കൂടെ പരിശുദ്ധാത്മാവ് ശിഷ്യന്മാരുടെ മേലും അന്ന് അവിടെ കൂടിയിരുന്ന സകലരുടെ മേലും കടന്നു വരികയാണ്. ഗലീലക്കാരനെ പത്രോസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന പാർഥ്യരും മേദ്യരും ഏലാമ്യരും മെസപ്പൊട്ടമ്യക്കാരും എല്ലാം ഉൾപ്പെടെ ഏകദേശം 15 വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷക്കാർക്ക് അവരവരുടെ ഭാഷയിൽ ആ പ്രസംഗം മനസ്സിലായി എന്നതാണ് അന്ന് നടന്ന അത്ഭുതം. പത്രോസ് തൻ്റെ സ്വന്തം അരമായ ഭാഷയിലാണ് സംസാരിച്ചത്. പത്രോസ് ഇന്നത്തെ ചില സഭകൾ ചെയ്യുന്നത് പോലെ ആർക്കും മനസ്സിലാകാത്ത പുതിയ ഭാഷയിലല്ല സംസാരിച്ചത്. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായി. ഈ അത്ഭുതം എങ്ങനെ നടന്നു? പരിശുദ്ധാത്മാവ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഒന്നുപോലെ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ ഹൃദയങ്ങൾക്കൊരു ഏകീകൃത ഭാഷയുണ്ടായി. ആ ഹൃദയ ഭാഷ രൂപപ്പെട്ട് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നത് എല്ലാവർക്കും മനസ്സിലായി എന്നതാണ് അത്ഭുതത്തിൻ്റെ പിന്നിലെ വാസ്തവം. എല്ലാവരും ഇത് കണ്ട് അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു എന്നവിടെ രേഖപ്പെടുത്തിയും ഇരിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഇല്ലാതെ വരികയും ഹൃദയഭാഷ നഷ്ടപ്പെടുകയും ചെയ്യുമ്പോഴാണ് മറ്റുള്ളവർ പറയുന്നത് നമുക്ക് മനസ്സിലാകാതെ വരുന്നത്. ബാബേലിൽ കോട്ട പണിയുവാൻ ഇറങ്ങിത്തിരിച്ചവർ അഹങ്കാരം മുഴുത്ത് ദൈവത്തേക്കാൾ വലിയവരാകാം എന്ന ദുഷിച്ച ചിന്തയോടെ കോട്ട ഉയർത്തിയപ്പോൾ അവരുടെ ഭാഷ കലങ്ങുകയാണ്. ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. കോട്ട പണിയുന്നത് നിർത്തി അവർ ഭൂമിയിലൊക്കെയും ചിതറിപ്പോകുന്നു. അവിടെ അവരിൽ നിറഞ്ഞു നിന്നത് അഹങ്കാരത്തിൻ്റെ ആത്മാവായിരുന്നു. കർത്താവിനെ ബന്ധനസ്ഥനാക്കിയ രാത്രിയിൽ കയ്യാപ്പാവിൻ്റെ അരമന മുറ്റത്ത് വെച്ച് ഒരു വേലക്കാരി സ്ത്രീയോട് ഇതേ പത്രോസ് തന്നെ പറയുന്നുണ്ടല്ലോ, എനിക്ക് നീ പറയുന്നതൊന്നും മനസ്സിലാകുന്നില്ല എന്ന്. പത്രോസ് പറയുന്ന സംഭവം നമുക്ക് വളരെ സുപരിചിതമാണ്. പത്രോസിന് അവൾ പറഞ്ഞത് മനസ്സിലാകാഞ്ഞിട്ടല്ല, മറിച്ച് അപ്പോൾ അവനിൽ നിറഞ്ഞു നിന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവായിരുന്നു എന്നതുകൊണ്ടാണ്. ചില ഭാര്യാഭർത്താക്കന്മാർ കലഹം മുഴുത്ത് വഴക്കടിക്കുമ്പോൾ നിങ്ങൾ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ആക്രോശിച്ച് ഉറക്ക വിളിച്ച് പറയുന്നത് കേൾക്കാം. അവരിൽ വൈരാഗ്യത്തിൻ്റെയും ശത്രുതയുടെയും ആത്മാവ് നിറഞ്ഞു നിൽക്കുന്നു എന്നതുകൊണ്ടാണ് ആ തരത്തിലുള്ള ആക്രോശങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഹൃദയങ്ങൾ തമ്മിൽ സംയോജിക്കുകയും ഏത് മനസ്സിലാകാത്ത ഭാഷയും ഹൃദയങ്ങൾ സ്വാംശീകരിച്ച് സംവേദനക്ഷമം ആക്കുകയും ചെയ്യും. വിവാഹ ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ബന്ധങ്ങളിലുമൊക്കെ ഈ ആത്മാവിൻ്റെ നിറവിലൂടെയുള്ള ഹൃദയ സംയോജനം നടക്കണം. അത് നടക്കാതെ പോകുന്നതാണ് ഇന്ന് നാം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം എന്നത് നാം മനസ്സിലാക്കിയിരിക്കണം. 4 വർഷം ബ്രഹ്മവാർ എന്ന സ്ഥലത്ത് വൈദിക ശുശ്രൂഷ അനുഷ്ഠിക്കുവാൻ ദൈവം എനിക്കൊരു അവസരം തന്നു. അവിടെ ഏകദേശം 2000 വീട്ടുകാരുള്ള വലിയ കത്തീഡ്രൽ ദേവാലയം. ഒരാൾ പോലും മലയാളിയില്ല. എല്ലാവരും കൊങ്കണി ഭാഷ സംസാരിക്കുന്നവർ. കൊങ്കണി എന്ന ഭാഷ ആരെങ്കിലും സംസാരിക്കുന്നത് പോലും ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഞാൻ അവിടെ അവരുടെ വികാരിയച്ഛനായി എങ്ങനെ 4 വർഷം കഴിഞ്ഞു എന്നത് ഇന്നും ചിന്തിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ്. പെന്തിക്കോസ്തിയിൽ പത്രോസിൻ്റെ ജീവിതത്തിലുണ്ടായ അതേ അനുഭവം 4 വർഷം നേരിട്ട് അനുഭവിക്കുവാൻ അവിടെ എനിക്ക് കഴിഞ്ഞു എന്നത് ഇന്നും ഓർക്കുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന യാഥാർത്ഥ്യമാണ്. അവരുടെ കമ്മിറ്റി നടത്തുക, അവരുടെ പൊതുയോഗം, അവരുടെ സൺഡേ സ്കൂൾ, മർത്തമറി സമാജം, യുവജന പ്രസ്ഥാനം എന്ന് വേണ്ട എല്ലാ ആത്മീയ പ്രസ്ഥാനങ്ങളും ഭരണപരമായ കാര്യങ്ങളും കൃത്യമായി നടത്തി എന്ന് മാത്രമല്ല
അവിടെ വിശുദ്ധ കുർബാന കൊങ്ങണിയിൽ അർപ്പിച്ച് അവരോട് പ്രസംഗിച്ച് അവരിൽ ഒരാളായി മാറുവാൻ ദൈവം അവസരം തന്നു. 4 വർഷം ഞാൻ പറഞ്ഞതെല്ലാം അവർക്ക് മനസ്സിലായി, അവർ പറഞ്ഞതെല്ലാം എനിക്കും മനസ്സിലായി. അതിനേക്കാളെല്ലാം ഉപരി അവിടെ ഒരു വലിയ മനോഹരമായ ദേവാലയം പണിയുവാനും ഈ ഭാഷ അറിയാത്ത എന്നെ ദൈവം തമ്പുരാൻ ഉപയോഗിച്ചു. പരിശുദ്ധാത്മ നിറവിൽ ഹൃദയങ്ങൾ സംയോജിച്ചാൽ ഹൃദയങ്ങൾക്ക് തമ്മിൽ ഒരു ഭാഷയുണ്ടാകും. ആ ഹൃദയ ഭാഷ ഉപയോഗിച്ചാൽ ഏത് ബന്ധവും വേർപെടുത്താനാവാത്ത വിധം ശക്തമായിരിക്കുകയും ചെയ്യും. ഇതാണ് പെന്തിക്കോസ്തി നമുക്ക് നൽകുന്ന സന്ദേശം. ആ രീതിയിൽ ഈ പെന്തിക്കോസ്തി നാൾ മുതൽ നമുക്ക് ഹൃദയങ്ങൾ കൊണ്ട് സംസാരിക്കുവാൻ പരിശീലിക്കാം. ബന്ധങ്ങൾ ഊഷ്മളവും മധുരവും ശക്തിയുമുള്ളതാക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.